ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്ത രുചിയിലുള്ള 2 രുചികരമായ ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. കുട്ടികൾക്ക് നമ്മൾ ദിവസവും ഒരേപോലുള്ള ഭക്ഷണം കൊടുത്താൽ അവർ തീരെ കഴിക്കാൻ താല്പര്യം കാണുകയില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തന്നെ കുറച്ച് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. ഇത് ലഞ്ച് ബോക്സ് മാത്രമാണെന്ന് കണക്കാക്കണ്ട. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇടനേരങ്ങളിലോ ചായ കുടിക്കുമ്പോഴോ ഒക്കെ കഴിക്കാൻ പറ്റിയ രുചികരമായ, ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള സാധനങ്ങൾ ചേർത്തുണ്ടാക്കിയ 2 റെസിപ്പീസാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യത്തെ റെസിപ്പി ബീറ്റ്റൂട്ട് ഉപയോഗിച്ച് കൊണ്ടുള്ളതാണ്. ബീറ്റ്റൂട്ട് എല്ലാ വീടുകളിലും ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഇതുപോലെ ഒരു അല്പം വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇത് പകുതി ബീറ്റ്റൂട്ടാണ് ഞാൻ എടുത്തത്. നല്ലതുപോലെ ഇത് അരഞ്ഞിട്ടുണ്ട്. അല്പം വെള്ളമൊഴിച്ചതുകൊണ്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും കാണുകയില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുപയർ കൂടി കുതിർത്ത് വച്ചിട്ടുണ്ട്. 1/4 കപ്പോളം ചെറുപയറുണ്ട്. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വച്ചിരുന്നാൽ നല്ല എളുപ്പത്തിൽ ഇത് അരഞ്ഞു കിട്ടും. 4-5 മണിക്കൂർ കുതിർക്കണമെന്നേ ഉള്ളൂ. ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. 1-2 പയറൊക്കെ അരയാതിരിക്കും, അത് കുഴപ്പമില്ല. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബീറ്റ്റൂട്ടിന് പകരമായിട്ട് ക്യാരറ്റ് ചേർക്കാം. അതില്ലെങ്കിൽ വെറും പയർ മാത്രം അരച്ചെടുത്താലും മതി. ഇതിൽ ബൈൻഡിങ്ങിനായിട്ട് 2 ടേബിൾ സ്പൂൺ റാഗി പൊടിയാണിത് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം, കടലമാവ് ചേർക്കാം, ഒരല്പം ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അല്പം വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് ഇതിൽ മുളകൊന്നും ചേർക്കുന്നില്ല. പെപ്പറും അല്ലെങ്കിൽ പച്ചമുളക് ഒക്കെ ചേർക്കാവുന്നതാണ്. പാൻ ചൂടാക്കിയിട്ട് ഇത് ഒന്ന് പരത്തണം. പരത്തിയതിന് ശേഷം ഇതൊരു സ്ക്വയർ ഷേപ്പാക്കിയാണ് എടുക്കുന്നത്. അതായത് ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഒരല്പം എണ്ണയോ നെയ്യോ ബട്ടറോ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കാം. മാവ് ചേർത്തത് കൊണ്ട് നല്ലതുപോലെ ഇത് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിലാക്കിയെടുക്കാൻ സാധിക്കും. ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയ ഈ ചെറുപയറും റാഗിയുമൊക്കെ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഒട്ടും തന്നെ കഴിക്കുകയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ കൂടുതൽ പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ അവൻ കുറച്ചൊക്കെ കഴിക്കാറുണ്ട്. ഇതുപോലെ ആയിരിക്കുമല്ലോ മിക്ക കുഞ്ഞുങ്ങളും. ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ചെറുപയർ അരച്ചതിൽ നമുക്ക് ഓട്സ് ചേർക്കാം. ഏതെങ്കിലും ഒരു മില്ലറ്റിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പി അല്ലേ, അപ്പോൾ ഇതിനു വേണ്ടി ഒരു ബ്രെഡാണ് ഞാൻ എടുത്തത്. ഇത് മൾട്ടിഗ്രെയിൻ ബ്രൗൺ ബ്രെഡാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ജോലി തിരക്കുള്ള അമ്മമാരാണെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ ഇത് എടുത്ത് പെട്ടെന്ന് ബ്രെഡ് ചൂടാക്കി അതിൽ വെച്ച് കൊടുക്കാൻ എളുപ്പമാണ്. ഇതിലൊരല്പം ടൊമാറ്റോ കെച്ചപ്പാണ്, ഒരല്പം പുരട്ടി കൊടുക്കാം. കുട്ടികൾക്ക് കെച്ചപ്പും സോസും ഒക്കെ ഇഷ്ടമാണല്ലോ. വലിയവർക്കാണെങ്കിൽ പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയോ ഒക്കെ ഇതുപോലെ പുരട്ടാവുന്നതാണ്. ഇതിലൊരല്പം പിസ്സ സീസണിങ് ആണ്, ഒരല്പം ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ചീസ് ഇടുന്നുണ്ട്. ഈ ചീസ് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ചെറുപയർ ഒട്ടിപ്പിടിച്ചിരിക്കും, ഒട്ടും തന്നെ ഇളകി പോവുകയില്ല. അതുകൊണ്ട് കുട്ടികൾ കഴിക്കുമ്പോഴൊന്നും ഇത് ഇളകി താഴെ വീഴുമെന്ന് പേടിക്കണ്ട. നല്ലതുപോലെ ഇത് സ്റ്റിക്കി ആയിട്ടിരുന്നോളും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. തിരിച്ച് മറിച്ചും ഇട്ടൊന്ന് ചൂടാക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഒട്ടും തന്നെ ഇത് കരിയുകയില്ല. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ വീണ്ടും ചീസ് ഇട്ടിട്ട് കുറച്ചൊന്ന് പിസ്സയുടെ ആ ഒരു സ്റ്റൈലിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ പിസ്സ പോലെ ഇരിക്കും. വളരെ ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണിത്. ഇത് നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വളരെ നല്ലതാണ്. ചീസും സോസും ഒക്കെ അടങ്ങിയതാണ്. കുട്ടികളായിരുന്നാലും വലിയവരായിരുന്നാലും നല്ലതുപോലെ ഇഷ്ടപ്പെടും. രണ്ടാമത്തെ റെസിപ്പിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സാണിത്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ഇതുണ്ടാക്കാനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോയാണ് ഉപയോഗിച്ചത്. നമ്മുടെ
ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് 3-4 വിസിൽ അടിച്ച് വേവിച്ചെടുത്തതാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ധാരാളം വിറ്റാമിനുകളും മിനറലുകളും ഒക്കെ അടങ്ങിയ സ്വീറ്റ് പൊട്ടറ്റോ ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് വാൾനട്ട് കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും, അറിയുകയേ ഇല്ല. ഇത് തന്നെ വേണമെന്നില്ല, അണ്ടിപ്പരിപ്പോ ആൽമണ്ടോ ഒക്കെ ഒരല്പം ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്. കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർക്കാം. ഇതിലൊരു 1/4 കപ്പ് ഫ്രോസൺ പീസ് കൂടി ചേർക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം ചേർത്താൽ നല്ലതായിരിക്കും. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു ഷേപ്പാക്കി എടുക്കാം. ഞാനിതിവിടെ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അല്ല റൗണ്ട് ഷേപ്പോ ട്രയാങ്കിളോ എന്താണ് ഇഷ്ടം ആ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് പാൻ ചൂടാക്കി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലറ്റ് കുറച്ചൊരു സുന്ദരിയാകണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള സേമിയയാണിത്. കനം കുറഞ്ഞ സേമിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും, ടേസ്റ്റുമായിരിക്കും. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇത് നമുക്ക് ഇനി ഷാലോ ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ മുട്ട കൊണ്ടോ അരിപ്പൊടിയോ കോൺഫ്ലോറോ മൈദയോ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. ഇത് 1-2 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വച്ചിരുന്നാൽ മതി. 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോയൊക്കെ വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും നമ്മളും ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും 2 റെസിപ്പീസും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും ഫാമിലിയിൽ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നതുമാണ്. ഇതുപോലെ കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം എടുത്ത് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇത് കൊടുത്താലും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.